പതുക്കെ. ഓക്കെ. ഇപ്പൊ എങ്ങനെ? വേദന തോന്നുന്നുണ്ടോ കൈക്ക്? നിനക്കെന്താ എന്നോട് സംസാരിക്കാൻ ഒരു മടി? ഇനി ഒരിക്കലും എന്നോട് മിണ്ടില്ലെന്ന് നീ തീരുമാനിച്ചോ? ഞാൻ ഇന്നലെ ഹോസ്പിറ്റലിൽ വെച്ച് ആന്റിയോട് എന്തൊക്കെയോ പറഞ്ഞു പോയി. എന്നോട് ക്ഷമിക്കണം. കമോൺ, അതൊക്കെ ഞാൻ അപ്പോഴേ മറന്നില്ലേ. ജീവിതമാകുമ്പോ അങ്ങനെ പലതും ഉണ്ടാവുമെന്നും അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോണോന്നൊക്കെ നിന്റെ ചെറിയച്ഛൻ നിന്നോടും പറഞ്ഞു തന്നിട്ടുണ്ടാവൂലോ, ഇല്ലേ? അപ്പോ ചെറിയച്ഛൻ പറഞ്ഞതുകൊണ്ട് ആന്റി ക്ഷമിച്ചു എന്നാണോ? അല്ലെങ്കിലും ആന്റി ക്ഷമിച്ചിട്ടല്ലേ ഉള്ളൂ ഇതുവരെ. പക്ഷേ നീ യുദ്ധത്തിന് തന്നെ ഇറങ്ങി തിരിച്ചിരിക്കുകയായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായി. ഇല്ലെങ്കിൽ പിന്നെ ഡിസ്ചാർജ് വാങ്ങി നേരെ വീട്ടിലേക്ക് തന്നെ പോവില്ലായിരുന്നല്ലോ. അത് ഞാൻ സാരമില്ല. എന്തായാലും ചെറിയച്ഛൻ വന്ന് വിളിച്ചപ്പോ മോള് തിരിച്ചു വന്നല്ലോ, അതെന്റെ ഭാഗ്യം. ഇല്ലെങ്കിൽ ഞാൻ കാരണോ നീ ഇവിടുന്ന് പോയെന്നുള്ള പേര് ദോഷം എനിക്ക് കിട്ടിയേന്. ഞാനിനി ആന്റിയോട് ഒരു വഴക്കിനും വരില്ല, ഉറപ്പാ. അങ്ങനൊരു തീരുമാനം എടുത്ത് അടങ്ങിക്കൂടേണ്ട കാര്യമൊന്നുമില്ല. ഇടയ്ക്കൊരു പൊട്ടലും ചീറ്റലും ഒക്കെ ഏത് കുടുംബത്തിലും ഉണ്ടാവണം. പക്ഷേ അതൊരിക്കലും ഒന്നും മനസ്സിൽ വെച്ചോണ്ടാവരുതെന്ന് മാത്രം. ആ, മോള് ഗുളിക കഴിച്ചില്ലല്ലോ, ആന്റി വെള്ളം എടുത്തോണ്ട് വരാം. എൽദോ, എൽദോ. അതെ, എൽദോ ആണ്. അതെനിക്കറിയാലോ, അതല്ല ഞാൻ വിളിച്ചത് എൽദോന്ന്. എന്താ? ഒന്നുമില്ലാതെ വരില്ലല്ലോ, വരാൻ പാടില്ലല്ലോ. പറയ, എന്താ കാര്യം? എന്തിനാണ് ഒളിച്ചു നോക്കിയത്? ഞാൻ പറയുന്നോണ്ടൊന്നും തോന്നരുത്. ഇല്ലാന്നേ, പറയ. കുഞ്ഞ് ആരെയും വിശ്വസിക്കരുത്. എങ്ങനെ 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 എങ്ങനെ? പതുക്കെ. എല്ലാരും ചതിക്കും കുഞ്ഞെ. ആരും പറയുന്നത് കുഞ്ഞ് കാര്യമായിട്ടെടുക്കരുത്. ആരുടെ കാര്യമായി പറയുന്നേ? എല്ലാരെയും സൂക്ഷിച്ചോ. ആരും നേര് പറയത്തില്ല. കുഞ്ഞു പാവാ. അതെല്ലോ, ഞാൻ പാവമാണ്. അതല്ലേ നല്ലത്. ജയിക്കുമ്പോ എല്ലാരും ഒപ്പം ഉണ്ടാവും കുഞ്ഞെ. പക്ഷെ തോക്കുമ്പോ ഒറ്റയ്ക്കാവും. കുഞ്ഞു തോക്കാൻ പോവാ, സൂക്ഷിച്ചു. നീ അതിജീവിച്ച പരീക്ഷണങ്ങൾ കേട്ടിട്ട് എനിക്ക് ആകെ പേടിയാവുന്നു. ആന്റിക്കും അമ്മയ്ക്കും ഇടയിൽ നീ പിടിച്ചെന്ന കാര്യം എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. ആ സമയത്തൊക്കെ എനിക്കും ഒരു തരം മരവിപ്പായിരുന്നു ദിയ. എന്തും നേരിടാനുള്ള ഒരു മനസ്സ് എവിടുന്നോ കിട്ടിയതുപോലെ. സത്യം പറഞ്ഞ ഇപ്പം അതൊക്കെ ഓർക്കുമ്പോ എനിക്കും ഉണ്ടൊരു വിറയല്. അമ്മ പോയ ശേഷം ആന്റി നിന്നെ ചോദ്യം ചെയ്തോ? പിന്നെ ചോദ്യം ചെയ്യാതെ ഞാൻ എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കും. പക്ഷെ വല്യമ്മയെ ചോദ്യം ചെയ്താ ഒക്കെ പൊളിയില്ലേ. ഭാഗ്യത്തിന് അമ്മയിൽ നിന്ന് കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടാ വല്യമ്മ വന്നത്. പിന്നെ എനിക്ക് ധൈര്യമായി. ഞാൻ ഒരുമാതിരി എന്തൊക്കെയോ പറഞ്ഞ് വല്യമ്മയുടെ മുമ്പിൽ വെച്ച് തന്നെ ആന്റിയോട് ശരിക്കങ്ങ് ചൂടായി. അവസാനം അവര് കണ്ണു നിറഞ്ഞിട്ടാ ഇറങ്ങിപ്പോയത്. എന്നിട്ട് അതിന്റെ പേര് പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ലേ? എന്റെ നേരെ ഒന്നും ഉണ്ടായില്ല. ആന്റിയെ അച്ഛൻ പറഞ്ഞ് സമാധാനിപ്പിച്ച് കാണും. ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വരുമ്പോ എന്നെയും കുറെ ഉപദേശിച്ചു. ആന്റി ഇനി വിഷമിപ്പിക്കില്ലാന്ന് വാക്കും പറയിപ്പിച്ചു. എന്നിട്ട് നീയും ആന്റി ഇപ്പം എങ്ങനെയാ? അച്ഛൻ്റെ കോംപ്രമൈസിൻ്റെ പുറത്തുള്ള അഭിനയത്തിലാ രണ്ടാളും. പുറത്ത് ചിരിയും അകത്ത് പകയും. എന്നാലും പരമാവധി കുഴപ്പമുണ്ടാക്കാതെ പോകണമെന്നാ ഇപ്പം ഞാൻ വിചാരിക്കുന്നത്. അച്ഛനെ വിഷമിപ്പിക്കരുതല്ലോ. അതെ, അത് ശരിയാ. എന്തായാലും അധികകാലം അച്ഛനോടുള്ള ഈ സ്നേഹം ഒരു കളവ് മുതൽ പോലെ ഇങ്ങനെ കൊണ്ടു നടക്കുന്നതിൽ ഒരർത്ഥവുമില്ല. എത്രയും വേഗം നീ ആ സത്യം നിന്റെ അച്ഛനോട് പറയണം.
ഞാൻ ശ്രമിക്കുന്നുണ്ട് ദിയ. എത്രയും വേഗം അച്ഛനെല്ലാം അറിയിക്കണം തന്നെയാ എന്റെ ആഗ്രഹം. പക്ഷേ ആന്റി ഇവിടെ ഉള്ളതാ ഏറ്റവും വലിയ ശ്വാസമുട്ടൽ. ആ, വാ ചായ കുടിക്കാം. ഞാൻ ചായ എടുത്ത് വെക്കുമ്പോഴേക്കും ആളെ കാണാതെ വന്ന് നോക്കിയതാ. രണ്ടാളും വാ, ഗൂഢാലോചനയൊക്കെ ഇനി ചായ കുടിച്ചിട്ടാവാം. നമ്മൾ പറഞ്ഞ എന്തെങ്കിലും കേട്ടോണോ? താ വാ. കുടിക്കുമോളെ, കഴിക്കേ, ഇതൊക്കെ കഴിക്കേ. ഞാൻ കഴിക്കുന്നുണ്ട് ആന്റി. അതെന്താ ജിലേബി ഇഷ്ടമല്ലേ? അങ്ങനെയൊന്നുമില്ല. ആ, ജിഷയ്ക്ക് പിന്നെ ഓരോ സമയത്ത് ഓരോ മൂടാ. ചില സമയത്ത് എന്തും വാരി വലിച്ചു കഴിക്കും. വേറൊരു മൂടിൽ അമൃത് കൊടുത്താലും തൊടില്ല. ആന്റി എന്താ ഇരിക്കാത്തെ? വേണ്ട മോളെ, നിങ്ങൾക്ക് പലതും സംസാരിക്കാനുണ്ടാവില്ലേ? അതിനിടയിൽ ഞാൻ എന്തിനാ വെറുതെ ഒരു ശല്യമാവുന്നു? അയ്യോ, ആന്റി കേൾക്കാൻ പാടില്ലാത്തതായി ഞങ്ങൾക്ക് എന്ത് സംസാരിക്കാനാ, അല്ലേ ദിയ? അതെ അതെ, ഞങ്ങൾ തികച്ചും ഓപ്പൺ ആന്റി. ഉവ്വ്, എത്ര ഓപ്പൺ ആയാലും കോളേജ് സ്റ്റുഡൻസ് അല്ലേ? ഞാനും ഈ പ്രായം കഴിഞ്ഞിട്ട് വന്നതാ മോളെ. ഇല്ല ആന്റി, സത്യമാ, ഞങ്ങൾക്ക് രഹസ്യങ്ങളൊന്നുമില്ല. ആന്റി ഇവിടെ ഇരുന്നേ. ഓക്കെ, ഇനി ഞാൻ കൂടാഞ്ഞിട്ട് നിങ്ങൾക്കൊരു വിഷമം വേണ്ട. കേട്ടോ ദിയ, നീ വന്നതിന് ശേഷം ജിഷ ഒന്ന് ഹാപ്പി ആയത്. ആക്സിഡന്റിന് ശേഷം വളരെ മൂടിയായിരുന്നു ഇവള്. എന്താ കാര്യമൊന്നും എത്ര ചോദിച്ചിട്ടും പറയുന്നില്ല. പക്ഷേ ഞാൻ കാര്യം മനസ്സിലാക്കി. ദിയക്കറിയാത്ത എന്ത് കാര്യമാണ് ഞാൻ മനസ്സിലാക്കിയെന്നല്ലേ ഈ നോട്ടത്തിന്റെ അർത്ഥം? ഇത് ചിലപ്പോ ദിയയ്ക്കും അറിയായിരിക്കും. നിങ്ങൾ ക്ലോസ് ഫ്രണ്ട്സ് അല്ലേ? പറ, കുറച്ചു ദിവസമായിട്ട് ജിഷയ്ക്ക് എന്താ പറ്റിയ? അത് എനിക്കൊന്നും അറിയില്ല ആന്റി. ജിഷയ്ക്ക് എന്തെങ്കിലും പറ്റിയോ? എന്താ ജിഷേ? എനിക്കറിയില്ല. എന്നാ ഞാൻ തന്നെ പറയാം. ജിഷയുടെ മനസ്സിൽ സ്വന്തം അച്ഛനെ വിട്ടു നിൽക്കേണ്ടി വന്നതിന്റെ നല്ല വിഷമമുണ്ട്. ആക്സിഡന്റായി ഹോസ്പിറ്റലിൽ കിടന്നിട്ട് പോലും അച്ഛനെ ഒന്ന് കാണാൻ കഴിയാതെ വന്നപ്പോ ആ വിഷമം ഇരട്ടിച്ചു. അതല്ലേ സത്യം? എനിക്കറിയാം മോൾക്ക് അച്ഛനോടും അമ്മയോടുള്ള ഇഷ്ടം. അവരില്ലാത്ത ഒരു സ്വർഗത്തിലും നിനക്ക് സന്തോഷം ലഭിക്കില്ല എന്നും അറിയാം. നോക്ക്, മോള് വിഷമിക്കണ്ട കേട്ടോ. ഞാൻ ജെഡിയോട് പറയാം, വിശ്വേട്ടനെ എങ്ങനെയെങ്കിലും വിവരം അറിയിക്കാൻ. എന്റെ പേരും പറഞ്ഞ് ഇവര് വല്യച്ഛനെ വരുത്താൻ ശ്രമിക്കുന്നത് മറ്റെന്തോ ഉദ്ദേശത്തിലാണല്ലോ. മോളെന്താ ആലോചിക്കുന്നേ? അച്ഛനെ വരുത്തിക്കാന്ന് ആന്റി പറഞ്ഞിട്ട് വിശ്വാസം വന്നില്ലേ? അതൊന്നും വേണ്ട. എനിക്ക് വേണ്ടി ആന്റി വെറുതെ ചെറിയച്ഛനെ ബുദ്ധിമുട്ടിക്കണ്ട. അല്ലെങ്കിൽ തന്നെ പാവം ഒരുപാട് സഹിക്കുന്നുണ്ട്. അപ്പോ നിനക്ക് നിന്റെ അച്ഛനെ കാണണ്ടേ? വേണ്ട, സന്യസിക്കാൻ പോയവരെ വെറുതെ ശല്യം ചെയ്യണ്ട. അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് എന്നെ ഇപ്പൊ നോക്കുന്നത് ചെറിയച്ഛനല്ലേ? ഞാനിനി എന്റെ അച്ഛനായിട്ട് ചെറിയച്ഛനെ കരുതിക്കോളാം. വാ ദിയ, നമുക്ക് മുറിയിലേക്ക് പോവാം. നേരത്തെ രണ്ടവണ്ണം തിരിച്ചു പോയല്ലോ. അത് എഴുത്തിനിടയിൽ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതി. സാരമില്ല, കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഇന്നെന്തോ നല്ലൊരു മൂഡ് തോന്നി.
നല്ലൊരു ഒഴുക്ക്. പ്രശ്നങ്ങളൊക്കെ ഒന്ന് ഒതുങ്ങിയതിൻ്റെ ആവാം. ചിലപ്പോ ഇത്രയും ദിവസങ്ങളിലുണ്ടായ അതേ തടസ്സം വീണ്ടും ഉണ്ടായിക്കൂടുന്നില്ല. ഞാനിപ്പോ വന്നത് അങ്ങനൊരു കാര്യം പറയാനാ. വീണ്ടും പ്രശ്നം ഉണ്ടായോ? അത് ജിഷയുടെ കാര്യം തന്നെയാ. മനസ്സിലായി. വേറൊരു പ്രശ്നം വരാൻ വഴിയില്ലല്ലോ ഇവിടെ. എന്നാ ഞാൻ പറയുന്നില്ല. അതെന്താ? ഞാനത് മുൻകൂട്ടി മനസ്സിലാക്കിയതുകൊണ്ടാണ്. അതല്ല, ഇല്ലാത്ത പ്രശ്നങ്ങൾ ഞാൻ ഊതിപ്പെരിപ്പിക്കുകയാണെന്നൊരു വിശ്വാസം ജെഡിയുടെ വാക്കിലുണ്ട്. ഇതാ നിന്റെ കുഴപ്പം. ഒക്കെ ഞാൻ കൽപ്പിച്ച് കൂട്ടിക്കളയും. നാദര, നീ കാര്യം പറ. ജിഷയുടെ കൂട്ടുകാരി ദിയ വന്നത് ജെഡി കണ്ടില്ലേ? കണ്ടു. ആ കുട്ടി എന്നോട് യാത്ര ചോദിച്ചിട്ടാണല്ലോ പോയത്. ആ. അവളും ജിഷയുമായി ചില കാര്യങ്ങൾ സംസാരിക്കുന്നത് ഞാൻ കേട്ടു. എന്ത് കാര്യങ്ങള്? ജിഷയ്ക്ക് ഇപ്പോഴും അവളുടെ അച്ഛന്റെ അമ്മയുടെയും കൂടെ ജീവിക്കണമെന്ന് തന്നെയാ ജെഡി ആഗ്രഹം. ഇവിടെ അവള് എന്നെ സഹിക്കേണ്ടി വരുന്നു, ശ്വാസം മുട്ടുന്നു എന്നൊക്കെയായിരുന്നു അവളുടെ സംസാരം. അവര് വേറെന്തെങ്കിലും സംസാരിച്ചായിരിക്കും. അല്ലാതെ ഇവിടെ അവൾക്ക് സ്വർഗമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരി, സമ്മതിച്ചു. എന്നെ വിശ്വസിക്കണ്ട. പക്ഷെ എനിക്ക് വേണ്ടി, എന്റെ ഈ തോന്നലുകൾ മാറാൻ വേണ്ടി ജെഡി ഒരു കാര്യം ചെയ്യണം. വിശ്വേട്ടനെ കണ്ടെത്തി ജിഷയുടെ സമ്മതത്തോടു കൂടി തന്നെയാണോ അവളെ ഇവിടെ കൊണ്ടുവന്നാക്കിയെന്ന് ഒന്ന് ചോദിക്കണം. അതൊക്കെ വേണോ? കെട്ടുപാടുകളിൽ നിന്ന് രക്ഷ നേടാനാണ് ഏട്ട സന്യാസം സ്വീകരിച്ചത്. എന്നിട്ട് വെറുതെ ഓരോ കാര്യം പറഞ്ഞ് നമ്മൾ അദ്ദേഹത്തെ കെട്ടി വലിക്കാന്ന് പറഞ്ഞാണ്. വെറുതെ അല്ല, സ്വന്തം മകളുടെ കാര്യത്തിന് വിശ്വേട്ടൻ വന്നേ പറ്റൂ. അല്ലാതെ ആർക്കോ വേണ്ടി ഒരു ഭാരം ചുമക്കേണ്ട കാര്യമൊന്നും നമുക്കില്ല. നാദര, അതെ, ജിഷയുടെ കാര്യത്തിൽ എന്റെ ഈ ഒരു റിക്വസ്റ്റ് എങ്കിലും ജെഡി തള്ളിക്കളയരുത്, പ്ലീസ്. സ്നേഹം നിറഞ്ഞ ഗീതയ്ക്ക് വിശ്വട്ടൻ എഴുതുന്നത്, നിനക്കവിടെ സുഖമാണോ എന്ന് ചോദിക്കുന്നതിൽ അർത്ഥമില്ല. അതുകൊണ്ട് നിനക്ക് സുഖമായിരിക്കണേ എന്ന പ്രാർത്ഥന മാത്രം. ഞാനിപ്പോൾ കുറച്ചു നാളായി നാട്ടിലേക്കോ ദേവന്റെ അടുത്തേക്കോ വരാറില്ല. മനഃപൂർവ്വമായൊരു മാറി നിൽക്കലാണെന്ന് തന്നെ പറയാം. ഞാൻ ചെയ്തിട്ട് പോകുന്ന കാര്യം അതിൻ്റെതായ ലക്ഷ്യത്തിലെത്തണമെങ്കിൽ ഞാൻ അവിടെ ഇല്ലാതിരിക്കുന്നതാണ് നല്ലതെന്ന് തോന്നി. ഒരിടനിലക്കാരനെ പോലെ എൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടായാൽ ദേവൻ സത്യങ്ങൾ അറിയാൻ പോണത് നമ്മൾ ഉദ്ദേശിച്ച ഫലപ്രാപ്തിയോടെ ആയിരിക്കില്ല. എന്തായാലും നീ മനസ്സ് കൈവിടാതെ കാത്തിരിക്കണം. നിനക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാം ശുഭമാവും. കാണുകയാണെങ്കിൽ മണിയോടും ജയമോളോടും എൻ്റെ അന്വേഷണം അറിയിക്കണം. ഇപ്പൊ ഇത്രമാത്രം. വിശ്വേട്ടൻ. എന്താ കുറച്ചു നേരം ആയല്ലോ ഇതും പിടിച്ചിരിക്കാൻ തുടങ്ങിയിട്ട്? ആരുടെ കഥ? വിശ്വേട്ടൻ്റെയാ. ആ, എന്താ വിശേഷിച്ച്? പ്രത്യേകിച്ചൊന്നുമില്ല. ഒക്കെ ശുഭാവുന്നൊരു ആശ്വാസവാക്ക്, അത്ര തന്നെ. എന്തായാലും അദ്ദേഹത്തിനൊന്ന് എഴുതാൻ തോന്നിയല്ലോ. ഇവിടുത്തെ കാര്യങ്ങളൊന്നും മറന്നിട്ടില്ലെന്ന് ഗീതയെന്ന് ഓർമ്മിപ്പിച്ചതാവും. അതുകൊണ്ടൊക്കെ എന്താ കാര്യം? മോൾക്ക് അവളുടെ അച്ഛനെയും അതിലൂടെ എനിക്ക് ദേവേട്ടനെയും കിട്ടുമെന്നുള്ള വിശ്വേട്ടൻ്റെ ഒറ്റ ഉറപ്പിന്മേലാ ഈ കണ്ട കൈവിട്ട കളികൾക്കൊക്കെ ഞാൻ സമ്മതിച്ചത്. ഇതിപ്പോ വിശ്വേട്ടൻ സ്വന്തം കാര്യം നോക്കിപ്പോയപ്പോ ഒന്നും വേണ്ടായിരുന്നു എന്ന് തോന്നും എനിക്ക്. ഇനിയിപ്പോൾ അതൊക്കെ പറഞ്ഞിട്ടെന്താ? കാര്യങ്ങൾ എത്രത്തോളം ആയില്ലേ? വിശ്വട്ടം പറഞ്ഞ പോലെ ഒരു അവസാനം ഇനിയും ഉണ്ടായിക്കൊടുന്നില്ലല്ലോ. ആ, ഹമിദ്ക്ക് ഇരിക്കി. വേണ്ട, ഞാൻ വന്നത് എൻ്റെ പരിചയത്തിലുള്ള ഒരു റെഡിമെയ്ഡ് കമ്പനിക്കാരൻ കുട്ടികളുടെ ഡ്രസ്സ് തയ്ക്കാനുള്ള ഓർഡർ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവർ തരുന്ന മെറ്റീരിയൽ അവർ പറയുന്ന സ്റ്റൈലിൽ തച്ചു കൊടുത്താൽ മാത്രം മതി. ഗീതയെന്ന് പറഞ്ഞിരുന്നല്ലോ, അതുകൊണ്ട് ഞാനൊന്ന് അന്വേഷിച്ചതാ. നന്നായി അമിതിക്ക, ഞാൻ ആ ഓർഡർ എടുത്തോളാം. മേഷ്യം വാങ്ങിച്ചിട്ട് അതുകൊണ്ട് ഗുണമൊന്നും ഉണ്ടായില്ലല്ലോ എന്ന് ഞാനിങ്ങനെ ആലോചിച്ചിരിക്കുകയായിരുന്നു. ആ, ഇതാ അവരുടെ അഡ്രസ്സ്. ടൗണിൽ തന്നെ ഓഫീസ്, ഗാന്ധി പാർക്കിന് പിന്നിൽ. ഒരുപാട് സ്ത്രീകൾ വർക്ക് ചെയ്യുന്ന യൂണിറ്റാ. വേണമെങ്കിൽ ഞാനൊന്ന് വിളിച്ചു പറയാം. ശരിക്ക, ആ, ഞാൻ ഇന്ന് തന്നെ പോയി അന്വേഷിക്കാം. എന്നാ പിന്നെ ഞാൻ
അവനവൻ ഇരിക്കേണ്ടത് അവനവൻ ഇരുന്നില്ലെങ്കിൽ അവിടെ പട്ടി കയറി ഇരിക്കും എന്നൊരു ചൊല്ലുണ്ട്. വിട്ടുവീഴ്ചയും സ്നേഹമൊക്കെ നല്ലതാ കൊച്ചേ, പക്ഷേങ്കിൽ അത് മറ്റുള്ളവർക്ക് നമ്മുടെ തലയെ കയറി നിരങ്ങാനുള്ള കുമ്പിട്ട് കൊടുക്കലാവരുത്. ഞാൻ എന്താ എൽദോ വേണ്ടത്? ഒരു ജീവിതമാകുമ്പോൾ ഭർത്താവിന്റെ ഇഷ്ടങ്ങളും താല്പര്യങ്ങളും സംരക്ഷിക്കേണ്ടത് ഭാര്യയുടെ കടമയല്ലേ? അതൊക്കെ ശരിയാ, പക്ഷേങ്കിൽ ആ മനസ്സ് തിരിച്ചിങ്ങോട്ടും കിട്ടണം. കിട്ടിയില്ലെങ്കിൽ ചോദിച്ചു വാങ്ങാൻ പഠിക്കണം. എൻ്റെ കുഞ്ഞെ, ജീവിക്കണമെങ്കിൽ സ്നേഹിക്കാനുള്ള മനസ്സ് മാത്രം പോരാ. ഞാനത് മനസ്സിലാക്കി വരികയായിരുന്നു എൽദോ. മനസ്സിൽ അല്പമെങ്കിലും കാപട്യവും സ്വാർത്ഥതയും കരുതി വെച്ചില്ലെങ്കിൽ ഈ ലോകത്ത് പിടിച്ചു നിൽക്കാനാവില്ല, അല്ലേ? പക്ഷെ എനിക്കതിന് കഴിയുമെന്നോ? കഴിയണം കുഞ്ഞെ, ഉള്ളത് പറയുമ്പോൾ വിഷമം തോന്നണ്ട. ഇങ്ങനൊരു ജീവിതം തിരഞ്ഞെടുത്തതേ കുഞ്ഞിന് പറ്റിയ മണ്ടത്തരമാണ്. അല്ല, അതിനി പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ അതിലും വലിയ മണ്ടത്തരത്തിൽ ചാടാതെ ഇനി കുഞ്ഞ് സൂക്ഷിക്കണം. ആ പെങ്കൊച്ചിനെ വെച്ച് വിളമ്പി അവളെയും പേടിച്ച് നടക്കേണ്ട കാര്യമൊന്നും കുഞ്ഞിനില്ലെന്ന് ആദ്യം മനസ്സിലാക്കുക. ശരിയാ, ഈ വീട്ടിലൊരംഗത്തെ പോലെ ഞാൻ അവളെ കണ്ടുപോയതാ എനിക്ക് പറ്റിയ തെറ്റ്. ഇനി അതുണ്ടാവില്ല. പക്ഷേ ഈ ഒരു പക്ഷേ തന്നെയാണ് പക്ഷേ. ജെഡി സാറിന്റെ കാര്യമല്ലയോ കുഞ്ഞോർത്തത്? അല്ല, ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ ജെഡി സാർ എന്നാത്തിനാ ചേട്ടന്റെ കുഞ്ഞിനെ എടുത്ത് വളർത്തുന്നത്? അതുപോലൊരു കുഞ്ഞ് സ്വന്തമായിട്ടുണ്ടായാൽ പറ്റത്തില്ലയോ? അല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ജെഡി സാർ പ്രായവും പക്വതയും വന്ന ആളാ. നല്ല പ്രായത്തിലൊരു പെണ്ണ് കെട്ടിയിരുന്നെങ്കിൽ ഇപ്പോ ജിഷക്കുഞ്ഞിന്റെ അത്രയും തന്നെ പ്രായമുള്ള കൊച്ചുങ്ങളുണ്ടായ. എന്ന് വെച്ചാ മക്കളില്ലെങ്കിലും മുതിർന്ന മക്കളെ വളർത്താൻ പാകമായ ഒരു മനസ്സ് അദ്ദേഹത്തിനുണ്ട് എന്നർത്ഥം. ആ സ്ഥിതിക്ക് ഇതിങ്ങനെ തുടർന്നു പോയാൽ ഇനി ഒരു അച്ഛനാവാനാവില്ല, അച്ചാച്ചനാവാനാവും ജെഡി സാറിന് താല്പര്യം. എന്നുവെച്ചാ ഓ ഓ മനസ്സിലാവത്തില്ല, അത്രയ്ക്ക് പഞ്ചഭാവമായി കുഞ്ഞ്. എന്റെ കുഞ്ഞെ, ചേട്ടനോടുള്ള കടപ്പാടിന്റെ പേരും പറഞ്ഞു ജെഡി സാർ ഇപ്പൊ അനുഭവിക്കുന്നത് എന്താണെന്ന് അറിയാവോ? എന്താ? എന്നാ കേട്ടോ, ഇത്രയും പ്രായത്തിനിടയ്ക്ക് അദ്ദേഹത്തിന് കിട്ടാതെ പോയ ഒരച്ഛന്റെ സ്ഥാനവും അതിന്റെ സുഖവും. ഇനിയിപ്പോൾ അവളുടെ ഭാവിയും അവളുടെ കല്യാണവും അവൾക്കൊരു കൊച്ചുണ്ടാവുന്നതൊക്കെ ആവും ജെഡി സാറിൻ്റെ സ്വപ്നം. അപ്പം പിന്നെ ആ ജീവിതത്തിൽ കുഞ്ഞിനുള്ള സ്ഥാനം എന്നതാ?